ഫ്രിഡ്ജ് കാണുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് അത് തുറന്നു നോക്കുന്ന സ്വഭാവം ഉണ്ടോ? എനിക്കുണ്ട് കേട്ടോ. അങ്ങനെ കഴിഞ്ഞ ദിവസം തുറന്നു നോക്കിയപ്പോൾ കിട്ടിയതാണ് ഈ നെല്ലിക്ക. ഇത് ഇനി ഫ്രിഡ്ജിൽ ഇരുന്നാൽ എനിക്ക് നല്ല വഴക്ക് കിട്ടും. അതുകൊണ്ട് നമുക്കിത് എന്തെങ്കിലും ചെയ്യാം. ഞാൻ ഈ നെല്ലിക്ക 6:30 അരിയാനിരുന്നതാ കേട്ടോ. അത് ഞാൻ അരിഞ്ഞു തീർന്നപ്പോൾ 7:30. ഇതുകൊണ്ടാണ് ഞാൻ ഇത്രയും നാളും ഫ്രിഡ്ജ് വെച്ചിരുന്നത്. ഇതിന്റെ ഇടയിൽ കത്തി കൊണ്ട് 2 വെട്ടൊക്കെ കിട്ടിയിട്ടുണ്ട്. പക്ഷെ സാരമില്ല, നമുക്ക് ലക്ഷ്യമാണല്ലോ പ്രധാനം. ഇനി ഈ നെല്ലിക്ക എല്ലാം കൂടെ വാരിപ്പറക്കി മിക്സിയിലിട്ട് നന്നായിട്ട് അടിച്ച് പേസ്റ്റ് രൂപത്തിലാക്കി എടുക്കുക. ഒന്നെങ്കിൽ ഇതിന്റെ ജ്യൂസ് മാത്രം എടുത്ത് അങ്ങനെ സ്റ്റോർ ചെയ്യാം, അല്ലെങ്കിൽ ഐസ് ക്യൂബ്സ് ആയിട്ട് സ്റ്റോർ ചെയ്യാം. ഞാനിത് ഇങ്ങനെ തന്നെ എടുത്ത് ഒരു ബോട്ടിലാക്കി സ്റ്റോർ ചെയ്യാട്ടോ ചെയ്യുന്നത്. ഇനി നമുക്കിത് നെല്ലിക്ക എന്നുള്ള ഫോമിൽ നിന്ന് ഒരു പേസ്റ്റ് ഫോമിലാക്കി ഫ്രിഡ്ജിൽ കുറെ നാൾ വെച്ചേക്കാം. ഇതിന് വലിയ വൃത്തികെട്ട ടേസ്റ്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് കഴിച്ചു തീർക്കാൻ സാധ്യതയുണ്ട്. ഇതിന്റെ കഴിഞ്ഞ ബോട്ടിൽ ഞാൻ ഫുള്ള് കഴിച്ചു തീർത്തായിരുന്നേ. എന്നാലും ഞാൻ അവസാനമൊക്കെ ആകുമ്പോഴത്തേനും മടുക്കും. ഇങ്ങനെ കുറെ കണ്ടു കഴിഞ്ഞാൽ എനിക്കൊരു മടുപ്പ് വരാറുണ്ട്. ഇനി കാര്യങ്ങൾ വളരെ സിമ്പിളാണ്. നമ്മൾ അരച്ച് വെച്ചേക്കുന്ന നെല്ലിക്ക പേസ്റ്റിന്റെ 1 സ്പൂൺ എടുത്ത് വെള്ളത്തിൽ ഡൈല്യൂട്ട് ചെയ്ത് കഴിക്കാം. ഞാൻ എൻ്റെ ജ്യൂസ് എക്സ്ട്രാക്ട് ചെയ്തിട്ട് വെള്ളത്തിൽ ഡൈല്യൂട്ട് ചെയ്ത് ഉപ്പും കൂടി ഇട്ടിട്ടാണ് കുടിക്കുന്നത്. എണ്ണിറ്റ് വന്നു കഴിഞ്ഞാൽ എനിക്കൊരു മണിക്കൂറത്തേക്ക് ബോധം ഉണ്ടാകത്തില്ല. അതിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലും കഴിക്കാനും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ഞാൻ ഇത് കുടിക്കുകയാണ് ചെയ്യുന്നത്. നെല്ലിക്കയുടെ ഹെൽത്ത് ബെനിഫിറ്റ്സ് എല്ലാവർക്കും അറിയാലോ. അപ്പോൾ ഇന്നത്തേക്ക് അത്രയേ ഉള്ളൂ. ടാറ്റാ.